വിശ്വസാഹിത്യത്തിലേക്ക് മലയാളത്തെ ഉയർത്തുവാൻ പ്രാപ്തിയുള്ള സാഹിത്യകാരിയായിരുന്നു രാജലക്ഷ്മി എന്ന് ഡോക്ടർ കൊച്ചു എസ് മണി. രാജലക്ഷ്മി അനുസ്മരണ സമിതിയുടെ രാജലക്ഷ്മി സാഹിത്യ പുരസ്കാര സമർപ്പണ സമ്മേളനവും ആദരവും ചെർപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. എന്തെങ്കിലും അഗാധത്തെക്കുറിച്ചുള്ള സ്നേഹബന്ധങ്ങൾ, ഇവയെക്കുറിച്ചുള്ള ബന്ധങ്ങളുടെ സങ്കീർണതകൾ, ഇതൊക്കെയാണ് അവർ പ്രതിപാദിക്കുന്നത്. കാരണം അത് കുറച്ചുകൂടി അറ്റ്ലീസ്റ്റ് ഒരു നോവലെങ്കിലും വായിച്ചു കഴിഞ്ഞാലേ ആധികാരികമായി എനിക്ക് പറയാൻ പറ്റൂ എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങളുടെയൊക്കെ ഈ സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല എന്നുള്ള തോന്നൽ എനിക്ക് തോന്നുന്നു. പക്ഷേ തീർത്തും ഞാൻ കുറേ ബുക്കുകളൊക്കെ പലപ്പോഴും കാണുമ്പോഴും ഓരോ മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ സാഹിത്യകാരങ്ങളുടെ വേദികളിലൊക്കെ എനിക്ക് അവസരങ്ങൾ കിട്ടാറുണ്ട്, ഞാൻ വായിക്കാറുണ്ട്. ബുക്കുകൾ വായിച്ചാലും എനിക്കിത് മുഴുവനും വായിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ എന്തായാലും എനിക്ക് കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ പീരീഡിലതൊക്കെ വായിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മകൾ എന്നുള്ള ഒരു നീണ്ട കഥ കൊണ്ട് തന്നെ ഞാനിവരുടെ ചരിത്രം നോക്കി കഴിഞ്ഞപ്പോൾ നീണ്ട കഥ കൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ വളരെയധികം അറിയപ്പെട്ടിരുന്ന ഒരു സാഹിത്യകാരിയായിരുന്നു രാജലക്ഷ്മി. അതുപോലെ തന്നെ അവരുടെ കവിത, പിന്നെ ഒരു നോവൽ, അവർക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഒരു വഴിയും കുറേ നിഴലുകളും എന്നുള്ളൊരു ഒരു നോവലിനായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ അംഗീകരിക്കേണ്ട, നമ്മളെന്നും അനുസ്മരിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. ഇവരുടെ ഈ ഒരു അനുസ്മരണ ചടങ്ങിൽ എന്നെ വിളിച്ചതിൽ എനിക്കിങ്ങനെ ഒരു കാര്യം, ഈ അവാർഡ് പുരസ്കാര സമർപ്പണം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന രാജലക്ഷ്മി സാഹിത്യ പുരസ്കാരം സാഹിത്യകാരൻ ടി.എസ്. ഭട്ടതിരിപ്പാട് പറളി പ്രശസ്ത മാധ്യമ പ്രവർത്തകനും സാഹിത്യകാരനുമായ ശ്രീജിത്ത് പെരുന്തച്ചന് നൽകി. ചടങ്ങിൽ ദേശീയ ശിശു സൗഹൃദ പുരസ്കാര ജേതാവ് കെ.ആർ. രവി, പ്രശസ്ത നർത്തകിയും ഡെന്റിസ്റ്റുമായ ഡോക്ടർ ഷീജ മൂപ്പത്ത് എന്നിവരെ ടി.എസ്.എസ്. ഭട്ടതിരിപ്പാട് ആദരിച്ചു. സാഹിത്യപ്രേമികൾക്ക് അന്ന് നൽകിയ ഗ്രന്ഥം വള്ളുവനാടിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരിയുടെ പേരുള്ള രാജലക്ഷ്മി സാഹിത്യ പുരസ്കാരത്തിന് അനുസ്മരണ സമിതി ചെയർമാൻ ടി.പി. ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സമിതി കൺവീനർ ബിജുമോൻ പന്തിരിക്കുലം ആമുഖ പ്രഭാഷണം നടത്തി. മലബാർ സൗഹൃദവേദി പ്രസിഡന്റ് ഡോക്ടർ കെ. അജിത് മാരായമംഗലം, സെക്രട്ടറി ഗോപൻ എഴക്കാട്, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, കെ. ബാലകൃഷ്ണൻ, പി. സത്യനാരായണൻ, ഡോക്ടർ എം. മൊയ്തീൻകുട്ടി, മുൻ എഇഒ പി. പ്രകാശ് നാരായണൻ, സാഹിത്യകാരൻ ശരത് ബാബു തച്ചമ്പാറ, രാജ്മോഹൻ കക്കാട്ടിൽ, ടി. പി. സായിറാം, ടി. പി. വിജയേഷ് എന്നിവർ പ്രസംഗിച്ചു. പുരസ്കാര ജേതാവ് ശ്രീജിത്ത് പെരുന്തച്ചൻ മറുമൊഴി പ്രസംഗം നടത്തി. തുടർന്നു നടന്ന കാവ്യ സദസ് കവിയത്രി ബുഷറ റസ്നി ആനമങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പി. പ്രകാശ് നാരായണൻ അധ്യക്ഷനായി. ഗോപി കൃഷ്ണൻ, നളന്തൻ, ശാലിനി മുരളി, സരള മധുസൂദനൻ, സൗമിനി സത്യൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. CCN ചെർപ്പുളശ്ശേരി.